ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയും എണ്ണയും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയണൈസും അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ സാൻഡ്വിച്ചിന്റെയും റെസിപ്പിയാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. 200 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. 250 ml അളവിൽ പാലെടുത്തിട്ടുണ്ട്. അടുത്തത് ബ്രെഡാണ്. വീറ്റ് ബ്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ സവാള എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തക്കാളി, അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ചു വരേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായി വന്ന പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിരിഞ്ഞു വന്ന പാല് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത പനീറിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാല്, 1 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെളുത്തുള്ളി ചേർത്തത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. മയണൈസിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പാൽ ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കറിലേക്ക് ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കായി വന്ന ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് സവാള, തക്കാളി, തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ്, ഒരു 4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമെങ്കിൽ മാത്രം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡിയായി. ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിലേക്ക് ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കാം. ഓരോ ബ്രെഡ് കൂടി വെച്ച് സാൻഡ്വിച്ച് ക്ലോസ് ചെയ്യാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈസി ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.